യുവതിക്കെതിരായ വ്യാജ മോഷണ കുറ്റാരോപണത്തിലെ എഫ്ഐആർ ഇതുവരെയും റദ്ദാക്കിയില്ല. വ്യാജ കേസ് നൽകിയ വീട്ടുടമസ്ഥയ്ക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിലും മൗനം. എസ്ഐയെ മാത്രം സസ്പെൻഡ് ചെയ്ത പേരൂർക്കട സ്റ്റേഷനിലെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കും സംരക്ഷണം ഒരുക്കുകയെന്നും ആക്ഷേപമുണ്ട്. യുവതിയുടെ പരാതിയിൽ ഇന്ന് മൊഴി രേഖപ്പെടുത്തിയേക്കും. പട്ടികജാതി യുവതി നേരിട്ട മാനസിക പീഡനത്തിന് പേരൂർക്കട എസ്ഐക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. പരാതി കിട്ടുമ്പോൾ എടുക്കേണ്ട പ്രാഥമിക നടപടികൾ എസ്ഐ പ്രസാദ് പാലിച്ചില്ല എന്നും പരാമർശമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നീതി നിഷേധവും മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള പോലീസ് സംവിധാനത്തിൽ നിന്നുള്ള വീഴ്ചയും സംബന്ധിച്ച് പട്ടികജാതി യുവതി നടത്തിയ വെളിപ്പെടുത്തലുകൾ സർക്കാരിന് തലവേദനയായി. ബിന്ദുവിന്റെ പ്രശ്നം മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും നിരവധി രാഷ്ട്രീയ നേതാക്കൾ പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തതോടെയാണ് എസ്ഐയെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ സംഭവ സമയം എസ്ഐക്കൊപ്പമുണ്ടായിരുന്ന മറ്റ് പോലീസുകാരെ സംരക്ഷിക്കുന്നത് എന്തിനാണെന്ന ചോദ്യവും ഉയരുന്നു. ഇതിൽ അന്വേഷണമോ നടപടിയോ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേസമയം യുവതിക്കെതിരായ വ്യാജമോഷണ കുറ്റാരോപണത്തിലെ എഫ്ഐആർ ഇതുവരെയും റദ്ദാക്കിയിട്ടുമില്ല. ബിന്ദു നേരിട്ട മാനസിക പീഡനത്തിന് പുറമെയുള്ള അപമാനമാണ് എഫ്ഐആർ റദ്ദാക്കാതെയുള്ള പോലീസ് സമീപനം. യുവതിയുടെ പരാതിയിൽ ഇന്ന് പോലീസ് മൊഴി രേഖപ്പെടുത്തിയേക്കും. ജനം, തിരുവനന്തപുരം.